ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ അങ്കമാലിയിലാണ്. അങ്കമാലിയിലുള്ള അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിലാണ്. എനിക്കറിയാം, എല്ലാ വർഷവും AKPAയുടെ ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഫോട്ടോ ഫെസ്റ്റ് ഇവിടെ നടന്നു വരുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ഈ എന്താ പറയുക, ഫോട്ടോഗ്രാഫി അക്സസറീസിൻ്റെ ഒരു എക്സിബിഷൻ, ഫോട്ടോ എക്സിബിഷൻ, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ, വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, അങ്ങനെയുള്ള അതൊക്കെയാണ് ഇവർ ഓർഗനൈസ് ചെയ്യുന്നത്. പ്രഗത്ഭരായിട്ടുള്ള ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ക്ലാസ്സുകൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സിന് അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫാഷൻ ഷോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഈ ഫോട്ടോ ഫെസ്റ്റിൽ. അപ്പോൾ 2024 നടക്കുന്നത് 19ാമത്തെ ഫോട്ടോ ഫെസ്റ്റാണ്, ഇൻ്റർനാഷണൽ ഫോട്ടോ ഫെസ്റ്റ്. നമ്മളത് കാണാനായിട്ടും അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും അങ്കമാലിയിലുള്ള അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഫോട്ടോ എക്സിബിഷൻ കണ്ടിട്ട് ഞാൻ കാണാൻ പോയത് ഫാഷൻ ഷോ ആണ്. അവിടെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന് അവരെല്ലാ വർഷവും ഈ ഫോട്ടോ ഫെസ്റ്റിന് ഒരു ഫാഷൻ ഷോ സംഘടിപ്പിക്കാറുണ്ട്. 1-2 മണിക്കൂർ ഇടവിട്ട് അവർ ഫാഷൻ ഷോ സംഘടിപ്പിക്കാറുണ്ട്. ഫാഷൻ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെ നേരിട്ട് ഫോട്ടോ എടുക്കാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ പറ്റും. ഫോട്ടോഗ്രാഫി രംഗത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാ ബ്രാൻഡുകൾക്കും നമ്മുടെ ഫോട്ടോ ഫെസ്റ്റിൽ സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രിൻ്ററുകൾ, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി അക്സസറീസ്, ലെൻസുകൾ, ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് വാങ്ങുന്നതിനും അതുപോലെ തന്നെ കാണുന്നതിനും എക്സ്പീരിയൻസ് ചെയ്യുന്നതിനൊക്കെ അവസരം ഉണ്ടായിരുന്നു അവിടെ. അമ്രിൻ അല്ലെങ്കിൽ അപ്പൂച്ചർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോട്ടോഗ്രാഫി എക്യുപ്മെൻറ്റ്സ് കൊടുക്കുന്ന ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. അവർ സംഘടിപ്പിച്ചിട്ടുള്ള 4 ക്രിയേറ്റേഴ്സ് ബൈ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ വളരെ എഫക്റ്റീവായിരുന്നു. നമ്മുടെ പിക്സൽ വില്ലേജിലെ രാധാകൃഷ്ണൻ സാറ്, മനക്കോട്ടയിലെ അർപ്പിത് അരവിന്ദ്, അതുപോലെ തന്നെ ഷെറിൻ ജബ്ബാർ, അങ്ങനെയുള്ളവരൊക്കെ പങ്കെടുത്തുള്ള ആ സെഷൻ വളരെ മനോഹരമായിരുന്നു. നമുക്ക് ഒരുപാട് നോളജ് അവരുടെ സെഷൻ വഴി കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, പക്ഷെ മനസ്സിലാവും, എത്ര പരിധി വരെ മനസ്സിലാവും, മനസ്സിലായില്ലേ? അത് കഴിയുമ്പോൾ there is always a friction. So as a creator, try to be healthy, happy, correct, and keep a balance in whatever that you're doing. Pursue it, but that's not everything. Slightly give full, at the same time be aware of all the other 4 responsibilities that you have. 5 responsibilities. അതുകൊണ്ടാണ് ഇത്രയും ക്യാമറാസ് ഇറങ്ങുന്നത്. നമ്മൾ ഈ ടെക്നോളജിയെ നേരത്തെ പറഞ്ഞാൽ മലവെള്ളത്തെ മുറം കൊണ്ട് തടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നോളജിക്ക് എതിരെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് അതിനൊപ്പം നമ്മൾക്ക് അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ വാങ്ങിച്ച് അതുകൊണ്ട് മാക്സിമം പൈസ ഉണ്ടാക്കി അടുത്ത സാധനം വാങ്ങിക്കാം. പക്ഷെ ഫോട്ടോഗ്രാഫിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ലൈറ്റിംഗ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതൊരു ആ എഡ്യൂക്കേഷൻ കൂടെ. This medium is that it's highly forgiving.
മനസ്സിലായില്ലേ? ഫോർഗീവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു ടെലിവിഷൻ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കാം, ഒരാൾക്കൊരു ചാൻസ് കിട്ടും അല്ലെ? രണ്ടാമത്തെ ചാൻസിൽ കിട്ടാൻ പറ്റും. എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ചാൻസ് കിട്ടും. കാരണം ഫോട്ടോഗ്രാഫി രംഗത്തെ വമ്പന്മാർ അണിനിരക്കുന്ന ഇൻ്റർനാഷണൽ ഫോട്ടോ ഫെസ്റ്റ് 2024 ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ ഒരുപാട് ടെക്നോളജീസ്, പുതിയ ഒരുപാട് ക്യാമറ അപ്ഡേറ്റ്സ്, ഫോട്ടോഗ്രാഫി രംഗത്തുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നമുക്കറിയാനായിട്ട് ഈ ഒരു ഫോട്ടോ ഫെസ്റ്റ് വഴി സാധിച്ചു. വീണ്ടും അടുത്ത വർഷം ഈ ഒരു ഫോട്ടോ ഫെസ്റ്റിൻ്റെ വീഡിയോസുമായിട്ട് ചെറിയൊരു വ്ളോഗുമായിട്ട് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, ലെറ്റ്സ് ഫോട്ടോ.